ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. മഞ്ജു ചേച്ചി മൈജി എന്ന് പറയുന്ന ഒരു ഒരു ഷോറൂമിൽ എന്താ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്തോ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നതാണ്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും മഞ്ജു ചേച്ചി സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരും തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഒരു കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ഞാനത് കണ്ടതാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്കത് പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ലോ മോഷനിലും മഞ്ജു ചേച്ചിയുടെ ദേഹത്ത് വന്ന് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ തൊട്ട് പോകുന്നതായിട്ടുള്ള ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അത് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും, അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കാം. ഓക്കെ, അത് ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ലോ മോഷനിൽ കാണിക്കുന്ന നമ്മളത് വേറെ തരത്തിലൊക്കെ ചിലപ്പം അത് എടുക്കും. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ജു ചേച്ചി നിങ്ങൾ ആ വീഡിയോ കാണുന്നുണ്ട്, മഞ്ജു ചേച്ചി മറ്റു സ്ഥലത്തേക്ക് നോക്കി നിൽക്കണം, അവിടെയും ആരാധകർ ചിലപ്പം വിളിക്കുന്നുണ്ടാവാം. അപ്പം പുള്ളിക്കാരി എന്താണ് അവിടെയും നോക്കി കൈ കാണിക്കുന്നതും നോക്കി ചിരിക്കുന്നതുമാണ്. പക്ഷെ ഇപ്പം തൊട്ടടുത്ത് മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവിടെ ഒരു കുറച്ച് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ് സ്വാഭാവികമായിട്ട് നമ്മളൊരാൾ വിളിച്ചിട്ട് കേൾക്കാൻ നമ്മൾ എന്താണ് തട്ടി വിളിക്കും അല്ലേ? അതുപോലെ തട്ടി വിളിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. പല ആൾക്കാർക്കും പല രീതിയിൽ തോന്നാം. ഒരു 10 കൂട്ടത്തിൽ പോകുമ്പോൾ നല്ല ആൾക്കാരും കാണാം, മോശപ്പെട്ട ആൾക്കാരും കാണാം. ഇപ്പം ഞാനത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് സനി അയ്യപ്പനോട് വളരെ മോശമായിട്ടൊരു പെരുമാറിയ ഒരാളുടെ ചെവിട്ടത്ത് നോക്കി ഒരു അടി കൊടുക്കാൻ ആ കൊച്ചു ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും അതുപോലുള്ള ആൾക്കാരും ഈ പറയുന്ന നമ്മുടെ 10 പേര് കൂടുന്ന കൂട്ടത്തിൽ തീർച്ചയായിട്ടും കാണാം. പക്ഷെ എനിക്കിത് കണ്ടിട്ട് അങ്ങനെ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അതെന്റെ പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമാണ്, മനസ്സിലായില്ലേ? പക്ഷെ തട്ടി വിളിച്ച് നമ്മൾ സ്ലോ മോഷനിലൊക്കെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ മോശമായിട്ട് അവരെ കയറി തോണ്ടുന്നുള്ള രീതിയിലേക്കാണ് അത് വന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനുള്ളൊരു പറയാനുള്ളൊരു കാര്യം. പിന്നെ മഞ്ജു ചേച്ചിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ഉണ്ട്. നമുക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് എന്താണ് ബാക്കി. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാരണം മഞ്ജു ചേച്ചിയുടെ ഡാൻസിനെ കുറിച്ച് എന്താണ്, മഞ്ജു ചേച്ചി ആയിരുന്നാലും ശോഭന ചേച്ചി ആയിരുന്നാലും നവ്യ നായരായിരുന്നാലും അവരൊക്കെ നല്ലൊരു ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണ്. വളരെ മനോഹരമായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു ആൾക്കാരാണ്. നമ്മൾ ഒരിക്കലും മാക്സിമം ആരെയും കമ്പയർ ചെയ്യരുത്. കാരണം ഇത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിയ ഡാൻസ് കളിച്ച് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിലേക്കാണ് പോയിട്ടുള്ളത്. മഞ്ജു ചേച്ചി കളിച്ച ഡാൻസ് മിയ കളിച്ച ഡാൻസും ഇതെന്തുവാ മിയ കാണിച്ചു വെച്ചിരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ എന്താണ് അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ അങ്ങനെ ഒരിക്കലും ആരെയും കമ്പയർ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൂടാ? മിയ എന്ന് പറയുന്ന ആ കുട്ടി അത് കളിക്കാനുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് നമ്മൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എനിക്കത് തോന്നിയിട്ടുള്ളൊരു കാര്യം അതാണ്. നമ്മളെല്ലാവരും മാക്സിമം എല്ലാവരും കമ്പയർ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ കമ്പയർ ചെയ്യുന്നത് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. ഒരിക്കലും ആരെയും കമ്പയർ ചെയ്യരുത്. ഒരുപാട് കമന്റ്സുകൾ ഞാൻ പറ്റുമെങ്കിൽ കമന്റ്സ് ഞാൻ ഇവിടെ കുറച്ച് കൊടുക്കാൻ മിയെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമന്റുകളും മിയെ കളിയാക്കുന്ന തരത്തിലേക്കുള്ള കമന്റുകൾ ഒരുപാട് കമന്റുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ആൾക്കാരെ തമ്മിൽ കമ്പയർ ചെയ്യേണ്ട കാര്യം എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും യൂണീക്കാണ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. എല്ലാവരും അവരവർ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള ടാലന്റ് ഉണ്ട് തീർച്ചയായിട്ടും. അവരത് ചെയ്യുമ്പോൾ നമ്മൾ ആരെയും എന്താണ് താരതമ്യം ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യം. താങ്ക് യു സോ മച്ച്.